ഇപ്പോൾ ഈ സൂംബ ഡാൻസ് എന്ന് പറഞ്ഞിട്ട് സ്കൂളിലേക്ക് കൊണ്ടുവരിക, അത് ലഹരിക്കെതിരെയുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവരേണ്ടത്. യഥാർത്ഥത്തിൽ ഇത് മ്യൂസിക് ഇട്ടുങ്ങാണ്ട് ഇത് ചാടിക്കളിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതന്നെയാണ് പിന്നെ DJ പാർട്ടിക്ക് കുട്ടികളെത്തിക്കുക. ആ DJ പാർട്ടിയിലാണ് എല്ലാ ലഹരിയും, അതിലാണ് കുട്ടികളെ തച്ച് കൊല്ലണത്. ശരിക്കും ഇത് ലഹരിക്ക് അവസാനം എത്തുക ചെയ്യുക. പിന്നെ ഇതൊരു എക്സർസൈസാണ്. ആ എക്സർസൈസ് എല്ലാവരും അവനാൻ്റെ പെരിയിലും അവനാൻ്റെ ഇഷ്ടമുള്ളിടത്തൊക്കെ ചെയ്യാന്നല്ലാതെ ഈ പുരുഷന്മാരെയും സ്ത്രീകളെയും പിന്നെ ഒന്നിച്ച് നിർത്തി മ്യൂസിക് ഇട്ട് ചാടാൻ ഇസ്ലാമിൽ എന്താ നിയമമുള്ളത്? അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇവിടെ തൊട്ടടുത്ത ഹൈസ്കൂളുണ്ട്, അതിൻ്റെ അടുത്ത് നിന്നോട്ടാണ് സംസാരിക്കുന്നത്. ഇത് അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ ഇവിടെ ഉണ്ടാവും. അതുപോലെ ഇവിടെ അടുത്ത് എത്തിങ്ങാന 2 സ്കൂളുണ്ട്, നാലണ്ടത്തിലുണ്ട്. അടുത്തൊക്കെ നമ്മളെ എത്തിങ്ങാന സ്കൂൾ എന്ന് പറയുന്നത് എന്താ, നമ്മുടെ മാനേജ്മെൻറ്റാണ്, നമ്മൾ എത്തിങ്ങാന മാനേജ്മെൻറ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്കൂളുകളിൽ ഇത് ഗവൺമെൻറ് പറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ അത് നിർബന്ധമായി ചെയ്യാനൊന്നും ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല. അതേതോ കുറേ സ്കൂളുകളിലൊക്കെ അങ്ങനെ തുടങ്ങി. അപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്നു. മുഖ്യമന്ത്രി അപ്പോൾ അതെന്ത് ചെയ്തു, വിദ്യാഭ്യാസ മന്ത്രിയോട് പറഞ്ഞു. അപ്പോൾ അത് നടപ്പാക്കുന്നൊരു പ്രസ്താവന പറഞ്ഞു. ആ പ്രസ്താവന കേട്ടത് പാതി കേൾക്കാത്തത് പാതി. അതിന് ചാടാൻ കാത്തു നിൽക്കുന്ന ആൾക്കാർ അപ്പോൾ ചാടാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളൊക്കെ അധ്യാപക പരിശീലനത്തിൽ പങ്കെടുത്തതാണ്. ആ അധ്യാപക പരിശീലനത്തിൽ ഞങ്ങളെ ക്ലാസ്സിൽ ഞങ്ങൾക്കുള്ള ഇതിൽ അത് ഞാൻ കണ്ടിട്ടില്ല. അതുണ്ടെങ്കിൽ അതിൻ്റെ മൊഡ്യൂളിലുണ്ടെങ്കിൽ അതവിടെ നടക്കുമല്ലോ. എന്നാൽ വേറെ ചില സ്ഥലങ്ങളിൽ നടന്നത് അതിൻ്റെ വീഡിയോസ് ഇപ്പോൾ പലരും ഇങ്ങനെ സ്റ്റാറ്റസ് ആക്കി കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളെ ഭാര്യമാർ മറ്റു പുരുഷന്മാരുടെ കൂടെ നിന്ന് ചാടുന്ന രംഗം, അത് മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾക്ക് ആവാം, അത് അവരെ നമ്മൾ ആക്ഷേപിക്കണില്ല, അത് അവരുടെ രീതിയായിരിക്കാം. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ലല്ലോ. എന്നിട്ട് എന്താണത് നമുക്കത് തെറ്റാണെന്ന് തോന്നാത്തത് എന്താ? അവനവൻ്റെ മെയ് വഴക്കവും മറ്റു ആളുകളുടെ പുരുഷന്മാരുടെ മുമ്പിൽ കാണിക്കുന്നത് അത് ജാഹിലിയത്തല്ലേ? സിനിമ ജീവിതത്തിൽ ഇറങ്ങി വരിക, എന്നിട്ട് അതിനൊരു പ്രശ്നം തോന്നാതൊക്കെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, അത് നമ്മുടെ അധ്യാപകരും ആളുകളും നമ്മുടെ സ്കൂളുകളിൽ അത് കുട്ടികൾ വേണമെങ്കിൽ അതിന് കായികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ചെയ്തോട്ടെ. അവരെ എക്സർസൈസും കാര്യങ്ങളും അതിന് കായിക അധ്യാപകന്മാരെ പോസ്റ്റ് ചെയ്തോട്ടെ. ആ കാര്യങ്ങൾ നടത്തുക എന്നല്ലാതെ ആ പിന്നെ അധ്യാപകരും അധ്യാപികമാരും കുട്ടികളും ഒന്നിച്ചെന്ന് ഡാൻസ് ചെയ്യുന്ന സ്വഭാവം സ്കൂളുകളിൽ ഉണ്ടാവാൻ പാടില്ല. അത് ഞാൻ നടത്തിയേ പറ്റുന്നുള്ളൂ. അവർ നടത്തിക്കോട്ടെ, ധീരുള്ള ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് ഇനി ഗവൺമെൻറ്റും തന്നെ പിന്നെ ഇതിന് ഇഷ്ടമില്ലാത്ത ആളുകളെ നിർബന്ധിക്കാൻ പാടില്ല. അത് നിർബന്ധിക്കുന്നത് ശരിയല്ല, അതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്.